സുൽത്താൻ പടച്ചവരെ നിന്റെ ഹബീബിന്റെ റൗള സന്ദർശിച്ചിട്ട് ഹറമൈനി സന്ദർശിച്ചിട്ട് അല്ലാഹുവേ അടുത്ത കാലത്ത് മടങ്ങി വന്നതേയുള്ളൂ. ആ മകനെ എഴുതി വെക്കുകയോ വാപ്പ വളരെ റാഹത്തോടെയാ വിട പറയുന്നത്. ചൊല്ലിയിട്ട് സന്തോഷത്തോടെ ഒരു ബാധ്യതയും ഇല്ലാതെ റാഹത്തോടെയാ വിട പറയുന്നത്. പടച്ചവരെ അതാണടാ ആലിമെന്ന് പറയുന്നത്. വലിയ വലിയ തിളങ്ങുന്ന ഡ്രസ് ധരിച്ചുകൊണ്ട് വലിയ വാഹനത്തിൽ ആഡംബരമാക്കി നടക്കലല്ലോ ആലിമെന്ന് പറയുന്നത്. ഉഖ്റവിയായ ആലിമെന്ന് പറയുന്നത് ജബ്ബാർ ഉസ്താദോ ഒരു ജാടയുമില്ല, അലക്കി തേക്കാത്ത ഇസ്തിരിയിടാത്ത വസ്ത്രമുടുത്തിട്ട് പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ സുൽത്താനായി വിരാജിച്ചെങ്കിലോ വലിയ വില കൂടിയ വസ്ത്രം വേണമെന്നില്ലടോ, വില കൂടിയ വാഹനം വേണമെന്നില്ലടോ, അമ്പരചുംബികളായ കൊട്ടാരം വേണമെന്നില്ലടോ. ഒരു കുഞ്ഞു മുറിക്കേത്തിരുന്നിട്ടോ ലക്ഷക്കണക്കിന് മനുഷ്യന്റെ വിശ്വാസികളുടെ ഹൃദയത്തിനകത്ത് എന്റെ പ്രിയമുള്ളവരെ വലിയ കുടിലുണ്ടാക്കി മഹാനായ ജബ്ബാർ ഉസ്താദ് സ്വന്തം ഭൂമിയിൽ വീടുണ്ടാക്കിയില്ല. ആളുകൾക്കിടെ കൽബിനകത്ത് വീടുണ്ടാക്കി സ്വന്തം സമ്പാദിച്ചില്ല, ആളുകളുടെ കൽബിനകത്ത് സമ്പാദിച്ചുവല്ലോ. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാവപ്പെട്ട അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ കൽബിന്റെ ഉള്ളില് വലിയ കൊട്ടാരം പണിതിട്ടാണ് ആ മഹാനുഭാവൻ പോകുന്നത്. പടച്ചവരെ പാതിരാത്രി എത്ര ആളുകളാ കടന്നു വരുന്നത്. ആ മനുഷ്യന്റെ അവസാനത്ത് ആ മുഖമൊന്ന് ദർശനം ചെയ്യാനോ പടച്ചവരെ ബാഹുവേ ആ മഹാനുഭാവന്റെ കൂടെ ഞങ്ങൾക്ക് സ്വർഗ്ഗം തരണമല്ലോ.